കുറ്റങ്ങളെല്ലാം പുറത്തു നൽകുന്നവരാണ്. അതുകൊണ്ട് മനുഷ്യരാകുന്ന ഞങ്ങൾക്കിടയിലുള്ള അനർത്ഥങ്ങളും അസ്വാരസ്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ജല്ല ജലാലായ റബ്ബേ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കുമ്പോ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുമ്പോ, മനുഷ്യരാകുന്ന ഞങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എത്ര മോശപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ചിന്തയോടുകൂടെ നമുക്ക് മറ്റുള്ളവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം. ത്വായിഫിന്റെ തെരുവീതിയിലൂടെ ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രവർത്തന പ്രബോധന രംഗത്തേക്ക് കാലെടുത്തു വെക്കുകയാണ്. ത്വായിഫിൽ മറ്റാരുമല്ല, മുത്തുനബിയുടെ എളാപ്പ മൂത്താപ്പമാരും അവരുടെ കുടുംബങ്ങളും മക്കളുമാണ് ത്വായിഫിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടേക്ക് പ്രബോധനത്തിന് വേണ്ടി പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത ആത്മവിശ്വാസത്തിൽ അവിടേക്ക് പോകുന്നത്. ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മനസ്സിലാക്കി ലോകത്തിന്റെ നേതാവ് ത്വായിഫിലേക്ക് കടന്നു ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപാടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹോദരന്മാര് കാണുന്ന കല്ലുകളെല്ലാം എടുത്തിട്ട് ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞെറിയുകയാണ്. ആഞ്ഞെറിഞ്ഞെന്ന് മാത്രമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മടമ്പിലേക്ക് കല്ല് തട്ടിയിട്ട് രക്തം വാർന്നൊലിക്കുന്നുണ്ട്. മലക്ക് വന്നത് തടഞ്ഞു നിർത്തുകയാണ്. മലക്കെങ്ങാനും വന്ന് ആ രക്തമൊഴുകുന്നത് തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ഉണ്ടാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചപ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇടപെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് വല്ലാതെ വേദനിക്കുന്നുണ്ട്, അങ്ങ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ മലമടക്കുകളിടയിൽ പെടുത്തിയിട്ട് അങ്ങയെ വേദനിപ്പിച്ച കല്ലെറിഞ്ഞ ഈ സമൂഹത്തെ കൊല്ലാനാ ഞാൻ വന്നിരിക്കുന്നത്, അങ്ങൊന്ന് സമ്മതം നൽകണമെന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് അവിടെ നിന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുവേ എൻ്റെ ഈ ജനതക്ക് നീ പുറത്തു കൊടുക്കണം. ഫഇന്നഹും ലാ യഅലമൂൻ, നിശ്ചയമായിട്ടും അവർ വിവരമില്ലാത്തവരാണ്, അവരറിവില്ലാത്തവരാണ്. അവരുടെ അപക്വമായ ഇടപെടൽ കാരണമാണ് എന്റെ ശരീരത്തിന്റെ പല ഭാഗത്ത് നിന്നും രക്തം പൊട്ടിയൊലിച്ചത്. അവരുടെ വിവരമില്ലായ്മ കൊണ്ടാണ്. വിവരമുള്ള ഞാൻ അവരെ പോലെയാകാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവരെ നീ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? ലോകത്തിന്റെ നേതാവ്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് വെക്കുക, റോഡരികിലൂടെ നമ്മള് മറ്റൊരാളുടെ അടിയും പിടിയും ഒക്കെ കൊണ്ടിങ്ങനെ നിൽക്കുമ്പോ ഒരാൾ ആ വഴിയിലൂടെ കടന്നു പോകാം. ഇത് കണ്ടപ്പോ നമ്മളോട് ചോദിക്കുക, ഞാൻ ഇടപെടണോ? ഇടപെട മാത്രല്ല, ഈ ഹംകനെ വേണമെങ്കിൽ കൊല്ലും ചെയ്യും നമ്മൾ പറയും അല്ലേ, വേണ്ട പോലെ കൈകാര്യം ചെയ്യും, വേണമെങ്കിൽ ഞാൻ കാശും തരാം. നമ്മളെ മനസ്സങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സമൂഹത്തിന് മുഴുവനും പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സെങ്ങനെയാവണം? അത്രയായിട്ടില്ലെങ്കിൽ അതിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും നാം സ്വീകരിക്കണം. അതുകൊണ്ട് മഗ്ഫിറത്തിന്റെ 10 നമ്മളിൽ നിന്ന് ഓടി ഒളിക്കുമ്പോ നമ്മളോട് ഇങ്ങോട്ട് അപക്വമായി പലരും പല രൂപത്തിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടായേക്കാം. മനസ്സറിഞ്ഞ് നാം അവർക്കൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അല്ലാഹ് നമുക്ക് പുറത്തു തരാനുള്ള ഒറ്റ വഴി അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവർക്ക് നാം പൊരുത്തപ്പെട്ടു കൊടുക്കുക, അഫ്വ് ചെയ്തു കൊടുക്കുക. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ നാം ചെയ്താൽ ഈ മഗ്ഫിറത്തിന്റെ 10 നമുക്ക് ഗുണമായി. അല്ലാഹു ആ ഗുണത്തിൽ മഗ്ഫിറത്തിന്റെ 10 ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട്, പ്രിയമുള്ളവരെ, നാളത്തെ തറാവീഹിന് പങ്കെടുത്തു കഴിഞ്ഞാൽ
നാളത്തെ തറാവി എത്രാമത്തെ? 17ാമത്തെ തറാവീഹിന് പങ്കെടുത്തു കഴിഞ്ഞാൽ അമ്പിയാക്കൾക്ക് കൊടുത്തതുപോലത്തെ പ്രതിഫലം നാളത്തെ തറാവീഹിന് പങ്കെടുത്തവർക്ക് അല്ലാഹു നൽകുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുണവും പ്രതിഫലമൊക്കെ സമ്പാദിച്ചവരിൽ നമ്മ ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചോനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അടിയാറുകളാകുന്ന ഞങ്ങൾക്ക് നീ അഫ്വ നൽകണേ അല്ലാ, പാപമോചനം നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ. പടച്ചോനെ, ഈ പരിശുദ്ധമായ റമദാനിനെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ അല്ലാ. നേരം വെളുത്ത് വൈകുന്നേരം വരെ കുടുംബം പോറ്റാൻ വേണ്ടി പല രൂപത്തിലുള്ള ജോലികൾ ചെയ്താണ് ക്ഷീണിച്ച് തളർന്ന് തറാവീഹിന്റെ പ്രതിഫലം ഉൾപ്പെടെ ഖിയാമുൽ ലൈൽ ഉൾപ്പെടെ എല്ലാം അനുഭവിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത് നീ നിഷ്ഫലമാക്കി കളയല്ല അല്ലാ, വെറുതെയാക്കല്ല അല്ലാ. പ്രായമുള്ള ഉപ്പമാരുണ്ട്, കൈകാലുകൾ വേദന, തണ്ടല് വേദന, പല പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും ഖിയാമുൽ ലൈൽ എന്ന മഹത്തായ തറാവീഹിനടക്കം പങ്കെടുക്കുന്നവരാണ്. പരിശുദ്ധമായ റമദാൻ കഴിയോളം ഈ സുന്ദരമായ ആവേശവും ഉന്മേഷവും ഞങ്ങൾക്കെല്ലാം നീ നിലനിർത്തണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.